ടൈറ്റാൻ ബയോടെക് ലിമിറ്റഡ് അവരുടെ സ്റ്റോക്ക് സ്പ്ലിറ്റ് അനൗൺസ് ചെയ്തിരിക്കുന്നു. സ്റ്റോക്ക് സ്പ്ലിറ്റ് റേഷ്യോ നോക്കുവാണെങ്കിൽ 1:5 ആണ്. അതായത് കമ്പനിയുടെ ഒരു 10 ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ഷെയർ ഹോൾഡറിന് സ്റ്റോക്ക് സ്പ്ലിറ്റിന് ശേഷം അത് 50 ഷെയർസ് ആയിട്ട് മാറുന്നതാണ്. റെക്കോർഡ് ഡേറ്റ് നോക്കുവാണെങ്കിൽ February 20, 2026 ആണ്. അതുപോലെ ഫേസ് വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് നോക്കുവാണെങ്കിൽ കമ്പനിയുടെ ഒരു ഷെയറിന്റെ കറന്റ് ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 10 രൂപയാണ്. അത് സ്റ്റോക്ക് സ്പ്ലിറ്റിന് ശേഷം 2 രൂപയായിട്ട് മാറുന്നതാണ്. കാരണം ഒരു ഷെയർ 5 ഷെയർസ് ആയിട്ടാണ് മാറുന്നത്. അതിനനുസരിച്ച് ഫേസ് വാല്യൂവിലും അഡ്ജസ്റ്റ്മെന്റുകൾ വരുന്നതാണ്. അപ്പൊ ഏത് ടൈപ്പ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും ഈ സ്റ്റോക്ക് സ്പ്ലിറ്റിന്റെ ബെനിഫിറ്റ് എൻജോയ് ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ളവർ? അതായത് റെക്കോർഡ് ഡേറ്റ് ആയി February 20 ഷെയർ ഹോൾഡേഴ്സിന്റെ ഹോൾഡിംഗ്സിൽ കമ്പനിയുടെ ഷെയർ ഉള്ളവർക്ക് മാത്രമായിരിക്കും ഈ സ്പ്ലിറ്റിന്റെ ബെനിഫിറ്റ് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നത്. ടൈറ്റാൻ ബയോടെക് ലിമിറ്റഡിന്റെ മാർക്കറ്റ് ക്യാപ്പ് നോക്കുവാണെങ്കിൽ 1076 കോടിയാണ്. കറന്റ് പ്രൈസ്, ഒരു ഷെയറിന്റെ കറന്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 1302 രൂപയാണ്. കമ്പനിയുടെ ഹൈ ലോ പ്രൈസ് നോക്കുകയാണെങ്കിൽ, ഓൾ ടൈം ഹൈ ലോ പ്രൈസ് നോക്കുകയാണെങ്കിൽ, ഹൈ നോക്കുവാണെങ്കിൽ 1419 രൂപയാണ്. ലോ നോക്കുവാണെങ്കിൽ 374 വരുന്നത്. അതുപോലെ ഡിവിഡൻഡ് ഈൽഡ്, കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഡിവിഡൻഡ് നോക്കുവാണെങ്കിൽ 0.16% ആണ്. ഫേസ് വാല്യൂ വരുന്ന 10 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സ്പ്ലിറ്റിന് ശേഷം അത് ഫേസ് വാല്യൂ 2 മാറുന്നതാണ്. അതുപോലെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുവാണെങ്കിൽ പ്രൊമോട്ടേഴ്സ് ഡിസംബർ 2025 കണക്കനുസരിച്ച് പ്രൊമോട്ടേഴ്സ് ഏതാണ്ട് ഒരു 55.78% ഹോൾഡ് ചെയ്യുന്നത്. ഇത് സ്റ്റോക്ക് സ്പ്ലിറ്റിന് ശേഷം ചേഞ്ച് ആവുന്നതാണ്. ഈ സ്റ്റോക്ക് സ്പ്ലിറ്റിന്റെ പർപ്പസ്, മോട്ടീവ് എന്താ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇൻക്രീസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർസിന്റെ എണ്ണം കൂട്ടുക. അതുപോലെ തന്നെ ലിക്വിഡിറ്റി, ഇൻക്രീസ് ദ വോളിയൂം ഓഫ് റീറ്റെയിലേഴ്സിന്റെ എണ്ണം കൂടുക. സ്പ്ലിറ്റിന് ശേഷം സ്റ്റോക്കിന്റെ പ്രൈസ്, ഷെയറിന്റെ പ്രൈസ് കുറയും, അതിലൂടെ തന്നെ റീറ്റെയിലേഴ്സ് കൂടുകയും ചെയ്യും. അപ്പൊ ഇത് ഒരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, ഞാൻ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്.